ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് മെഷീനിൽ കാലി ലിനക്സ് പ്രോപ്പർലി സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് വെർച്വൽ ബോക്സ് വഴിയായിരിക്കും ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അതിനായി ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെർച്വൽ ബോക്സിൻ്റെ സെറ്റപ്പ് ഫയലാണ്. അത് നമുക്ക് ക്രോം ത്രൂ ഡൗൺലോഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒറാക്കിളിൻ്റെ വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വിൻഡോസ് ഹോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാം വെർച്വൽ ബോക്സിൻ്റെ സെറ്റപ്പ് ഫയൽ. ഇതിൽ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി അത് സെറ്റപ്പ് ചെയ്യാം. എല്ലാം ബൈ ഡിഫോൾട്ട് സെറ്റിങ്സിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു മിസ്സിംഗ് ഡിപ്പെൻഡൻസിയുടെ കാര്യം പറയുന്നുണ്ട്. പൈത്തൻ്റെ കോർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം നെക്സ്റ്റ് അടിച്ച് വിട്ടു. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം വെർച്വൽ ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് അടുത്തതായി വേണ്ടത് കാലിയുടെ പ്രീ ബിൽഡ് വെർച്വൽ മെഷീൻ ഫയലാണ്. അതിനു മുമ്പ് നമുക്കൊരു വിൻഡോസ് സെക്യൂരിറ്റിയുടെ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യണം. അതിനായി വിൻഡോസ് സെക്യൂരിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്യുക. വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഡിസേബിൾ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് പ്രീ ബിൽഡ് വെർച്വൽ മെഷീൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അതിനായി കിറ്റ്കാലിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാലിയുടെ വെബ്സൈറ്റ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം ഇവിടെ പല പ്ലാറ്റ്ഫോമിന് വേണ്ടി പല ടൈപ്പ് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വെർച്വൽ മെഷീനാണ് വേണ്ടത്, അതുകൊണ്ട് വെർച്വൽ മെഷീൻ ചൂസ് ചെയ്യാം. ഓക്കെ, വെർച്വൽ മെഷീനിൽ തന്നെ നമുക്ക് പല ടൈപ്പ് വെർച്വൽ മെഷീൻസിൻ്റെ പ്രീ ബിൽഡ് ഫയൽസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വെർച്വൽ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കാണാം ഡൗൺലോഡ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ടൈം എടുക്കും, അതുവരെ നമുക്ക് ഈ ഒരു വീഡിയോ കട്ട് ചെയ്യാം. ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫയൽ 7-zip എന്ന ഫോർമാറ്റിലാണ് കിട്ടുന്നത്. അതിന് 7-zipൻ്റെ സോഫ്റ്റ്വെയർ വേണം നമുക്ക് ഈ ഒരു കംപ്രസ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 7-zip ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ച് ഏത് ഫയലാണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് ആ കംപ്രസ്ഡ് ഫയലിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. എന്നിട്ട് ആ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് താഴെ അതിൻ്റെ ഫോൾഡറായിട്ട് കാണാൻ കഴിയും. ഓപ്പൺ ചെയ്യാം. രണ്ട് ഫയൽസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഡെഫിനിഷൻ ഫയലാണ് വേണ്ടത്. അപ്പം ഡെഫിനിഷൻ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് കാണാം അത് ഓട്ടോമാറ്റിക്കലി വെർച്വൽ ബോക്സിനകത്ത് ആഡ് ആയിരിക്കുന്നത് കാലി ലിനക്സ് എന്ന് പറഞ്ഞ നെയിമിൽ. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. സെറ്റിങ്സിൽ കയറുക. സിസ്റ്റത്തിൽ പോവുക. സിസ്റ്റത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ബേസ് മെമ്മറി എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഗ്രീനിൽ മാക്സിമം ഗ്രീനിൻ്റെ അറ്റത്ത് വരെ ഡ്രാഗ് ചെയ്ത് വെക്കുക. എല്ലാ ഓപ്ഷനും ഗ്രീനിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടാൻ നല്ലത്. ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ടായിട്ട് വിടുക. റീബിൽഡ് വെർച്വൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജിലൊന്നും മാറ്റാൻ നിൽക്കണ്ട. നെറ്റ്വർക്ക് അഡാപ്റ്റർ നാറ്റിലായിരിക്കും കിടക്കുന്നത്. നമ്മുടെ യൂസേജ് അനുസരിച്ച് നമുക്ക് ബ്രിഡ്ജ്ഡ് ആക്കാം. വേറെ ഡിഫറെൻറ്റ് ഓപ്ഷനിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ബാക്കി എല്ലാ ഓപ്ഷൻസും ഡിഫോൾട്ടായിട്ട് വിടുക. ഇനി നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, മെഷീൻ റൺ ആയിട്ടുണ്ട്. ഗ്രബ് മെനു വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗസ് ഓട്ടോമാറ്റിക്കലി കാലി ലോക്ക് ആയിക്കോളും. ലോഗിൻ സ്ക്രീൻ ലോഡായി വന്നിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡ് ബൈ ഡിഫോൾട്ട് കാലി എന്നായിരിക്കും. യൂസർ നെയിമും കാലി, അതേ പാസ്വേഡും കാലി. ഓക്കെ, നമ്മുടെ VM പ്രോപ്പർലി സെറ്റപ്പ് ആയിട്ടുണ്ട്.
ഇനി നമുക്കിതെങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കാമെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ തന്നെ ഫുൾ സ്ക്രീൻ ആക്കാം. ഒന്ന് വ്യൂവിൽ പോയി ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അല്ലാതെ തന്നെ നമുക്ക് റൈറ്റ് കൺട്രോളും എഫും കൂടെ ഞെക്കിയിട്ടും നമുക്കിതിനെ ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ നമ്മുടെ കാലി പ്രോപ്പർലി സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടെർമിനൽ ഓക്കെ ആണ്, എല്ലാം സെറ്റപ്പാണ്. ഓക്കെ, ഇനി ഈ ഒരു സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ റൈറ്റ് കോർണറിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഷട്ട് ഡൗൺ ഓപ്ഷൻ കാണാം. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ വിൻഡോസ് മെഷീനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇനി വരും വീഡിയോസ് നമ്മൾ WSL രീതിയിലും ഡുവൽ ബൂട്ട് രീതിയിലും അതേപോലെ ബെയർ മെറ്റൽ OS ആയിട്ടും എങ്ങനെ ഈ ഒരു കാലി ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോസ് എല്ലാം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റലേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ എറർസോ വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സൈബർ സെക്യൂരിറ്റി വീഡിയോസിനായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.